ബി.ജെ.പി. എന്ന് പറയുന്നൊരു പാർട്ടി ഇത്തവണ ഭരണം പിടിക്കാനോ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് വരാനോ വേണ്ടിയിട്ടൊന്നും അല്ല ഇത്തവണ മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ അവർക്ക് നമുക്കറിയാം, നേമം എന്ന് പറയുന്ന ഒരു മണ്ഡലമായിരുന്നു അവർക്ക് ഏറെ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു മണ്ഡലം. ആ നേമം മണ്ഡലത്തിൽ ഒ രാജഗോപാൽ ആദ്യം വിജയിച്ചു, അവിടുന്ന് MLA ആവുന്നു. അന്ന് തുറന്ന അക്കൗണ്ട് പിന്നീട് 2021 കൂടി പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെ നേമത്ത് അക്കൗണ്ട് പൂട്ടുകയും പിന്നെ അതോടൊപ്പം തന്നെ ആ മണ്ഡലം BJPക്ക് കൈമോശം വരികയും ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും BJPക്ക് നേമത്ത് അടിസ്ഥാന വോട്ടുകൾ ഉണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത ഒരു ഒരു നയപരമായ തീരുമാനം അവിടെ ആദ്യം സ്ഥാനാർത്ഥിയായി മാറുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് MLA ആകാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അപ്പോഴും ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ BJPയുടെ ബാക്കിയുള്ള പ്രാദേശിക നേതാക്കന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നേ. പിന്നീട് നമ്മൾ നോക്കിയാൽ പാലക്കാട് സീറ്റ് വിജയ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യമാണ് പാലക്കാട് ഉണ്ടായത്. ശ്രീധരൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പാലക്കാട് മത്സരിക്കുകയും അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം MLA ഓഫീസ് വരെ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ MLA ഓഫീസ് ഓപ്പൺ ചെയ്ത് അവിടെ ജയിക്കുമെന്ന് കരുതിയ ശ്രീധരൻ അവിടെ പരാജയപ്പെടുന്ന സാഹചര്യം. അങ്ങനെ പലയിടങ്ങളിലും പത്തനംതിട്ടയും ഈ പറയുന്ന മഞ്ചേശ്വരത്തും പറന്നു കടന്ന് മത്സരിച്ച ഒരാളാണ് K. സുരേന്ദ്രൻ, രണ്ടിടത്തും പരാജയപ്പെട്ടു പോയി. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ കൊണ്ട് BJPക്ക് ഇത്തവണ സീറ്റ് കൂടുതൽ പിടിക്കാൻ കഴിയും. നേമം മാത്രമല്ല, ഇത്തവണ പാലക്കാട് പിടിക്കാൻ കഴിയും. ഒരു ഘടകകക്ഷി തൃപ്പൂണിത്തുറയിൽ ഇറക്കിക്കൊണ്ട് തൃപ്പൂണിത്തുറ മണ്ഡലം പിടിക്കാൻ കഴിയും. ഇങ്ങനെ പറയുന്ന കുറച്ച് അധികം സീറ്റുകൾ, ഒരു 5ഓളം വരുന്ന സീറ്റുകൾ BJPക്ക് ഇത്തവണ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ കേന്ദ്രം സർവേ നടത്തി എന്ന് പറയുന്നു. കേന്ദ്ര സർവേ നടത്തിയതിനകത്ത് എത്ര ഘടകകക്ഷി നേതാക്കന്മാർക്ക് ഇത്തവണ MLA ആയി വിജയിക്കാൻ കഴിയും എന്ന് കേന്ദ്രം പറയേണ്ടത് ആവശ്യമല്ലേ? ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ സാബു എൻ ജേക്കബ് എന്ന് പറയുന്ന ഒരാളെ, ഇതൊരു രണ്ട് തരത്തിൽ നമുക്ക് സാബു ജേക്കബിനെ കാണാം. ഒന്ന്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു നിലയിൽ നമുക്ക് സാബു എൻ ജേക്കബിലേക്കുള്ള, അതായത് 2020യിലേക്കുള്ള BJPയുടെ യാത്രയെ നമുക്ക് കാണാം. അതായത് 2020 ഇതിനകത്തേക്ക് NDAയിലേക്ക് കൊണ്ടുവന്നതിനെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് കാണാം. രണ്ട്, സാബു എൻ ജേക്കബിനെതിരായി ED അന്വേഷണം വന്നു എന്ന് പറയുന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സാബു എൻ ജേക്കബ് പിന്നെ അതങ്ങനെ വന്നിട്ടില്ല എന്ന് നിഷേധിക്കുമെങ്കിൽ തന്നെയും അതിനൊരു ബേസ് എവിടെയോ കിടപ്പുണ്ട്. പറയുന്ന ED അന്വേഷണത്തിന് എവിടെ ഒരു ബേസ് ഉണ്ട്. ഈ ബേസുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് വായിക്കേണ്ടി വരും.